നമസ്കാരം. ആഭിചാരം, ബാധാദോഷം ഇവയൊക്കെ മാറാനായിട്ട് വീരഭദ്ര യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്. വീരഭദ്ര മന്ത്രം കൊണ്ടുള്ള ഹോമമുണ്ട്. വീരഭദ്ര മന്ത്രവും വീരഭദ്ര യന്ത്രവും ഒക്കെ ധരിക്കുന്നത് ആഭിചാര ദോഷങ്ങളും ബാധാദോഷങ്ങളും ഒക്കെ, ചിലവർക്ക് ഈ പ്രേതബാധയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കുന്നു, ചിലവർക്ക് ആഭിചാര ദോഷങ്ങളൊക്കെ വല്ലാതെ ബാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഈ ദുർബാധാദോഷം, ദുർബാധകൾ ഏതെങ്കിലും ദോഷം ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുക, ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ ആഭിചാര ദോഷങ്ങൾ, ഇവയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീരഭദ്ര യന്ത്രം ഇപ്പോൾ ഏകദേശം ഒരു രാശി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ദുർബാധാദോഷമോ ശത്രുദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ വീരഭദ്ര മന്ത്രം കൊണ്ട് ഹോമം ചെയ്യുക, അതുപോലെ തന്നെ ആ ഏലസ് ധരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നല്ലതാണ്. നമ്മളുടെ പ്രയാസങ്ങൾ മാറാനായിട്ട് നല്ലതാണ്. നെയ്പായസം ഹോമിച്ച് മന്ത്രം ശക്തിപ്പെടുത്തി യന്ത്രവും ധരിച്ചതിന് ശേഷം 36 ഉരു ഈ മന്ത്രം ജപിക്കുന്നവന് ഒരിക്കലും ശത്രുക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാധാദോഷങ്ങളോ അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങളോ ബാധിക്കുകയില്ല. സ്പർശിക്കുക പോലുമില്ല ദുർബാധകൾ. അത് നമ്മുടെ ശത്രുക്കളൊക്കെ ശേഷി നഷ്ടപ്പെട്ട് മിത്രങ്ങളാകുകയും നമ്മളോട് കൂടുതൽ വശംവദരാകുകയും ചെയ്യും. പരമശിവന്റെയും ശ്രീ പാർവതി ദേവിയുടെയൊക്കെ അനുഗ്രഹവും കൂടെ സമന്വയിപ്പിച്ചൊരു ഭാവമാണ് ഈ പറയുന്ന വീരഭദ്രൻ. പാർവതി ദേവിയുടെയും പരമശിവന്റെയും സമന്വയിപ്പിച്ചൊരു ഭാവമാണ് ഈ പറയുന്ന വീരഭദ്രൻ. സാക്ഷാൽ വീരഭദ്രൻ എന്നത് മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു പൂജാരിയെ കൊണ്ടോ ഈ വീരഭദ്ര ഹോമം, മന്ത്രം കൊണ്ടുള്ള ഹോമം ചെയ്യിച്ച് ആ യന്ത്രം ജപിച്ച് വിദ്യാമണ്ണം ജപിച്ച് ധരിക്കുന്നത് ഈ പറയുന്ന ശത്രുദോഷം ആഭിചാര ദോഷമൊക്കെ മാറാനായിട്ട് ഉത്തമമാണ്.